ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിഷാസ് പവർഫുൾ കിച്ചണിൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പേപ്പർ ദോശ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വീട്ടമ്മമാർക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് പേപ്പർ ദോശ. അപ്പോൾ നമ്മളൊരു രാത്രി മുഴുവനായിട്ട് പച്ചരി കുതിരാനായിട്ട് വയ്ക്കുക. ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് കുതിർത്ത് കഴുകി വൃത്തിയാക്കി അരച്ചെടുക്കുക. പാകത്തിന് വെള്ളം ചേർത്ത് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുക. അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഉപ്പ് 1/2 സ്പൂണ് ഉപ്പ് ചേർത്തു, 1 കപ്പ് വെള്ളം ചേർത്തു. ഇനി ഒന്നും കൂടി അരച്ചെടുത്തിട്ട് കൊണ്ടുവരിക. ഇപ്പം നമ്മളുടെ മാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാം അരച്ചെടുത്ത് നമ്മളതൊരു ബൗളിലേക്ക് ഒഴിച്ചു. ഇനിയും ഒരു 1/4 കപ്പ് കൂടി വെള്ളം ചേർക്കാം. നല്ല തിക്കായിട്ടിരിക്കരുത് മാവ്, വളരെ വെള്ളം പോലെ ആയിരിക്കണം. കുറച്ചും കൂടി വെള്ളം അതിൽ ഒഴിക്കേണ്ടതുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് പാനിൽ തയ്യാറാക്കാം. അപ്പോൾ കൂടുതൽ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ നെറ്റ് പോലെ കിട്ടും. നമ്മൾ കയ്യിലുകൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കരുത്. ഇരുമ്പ് ചട്ടിയിലാണെങ്കിൽ അല്പം എണ്ണ സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് പോലെ തന്നെ, സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ എണ്ണ തടവി കൊടുത്തതിന് ശേഷം മാവ് ഒഴിച്ച് നമ്മളുടെ പേപ്പർ ദോശ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് രാവിലെയൊക്കെ നമുക്ക് വേറെയുള്ള പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. പച്ചരി ഉണ്ടെങ്കിൽ കുതിർത്ത് നമുക്കിതുപോലെ വളരെ തിന്നായിട്ടുള്ള ദോശ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്നുകൊണ്ട് മടക്കിയെടുക്കാം. അപ്പോൾ ഇതിന് നല്ല തക്കാളി ചട്നി, തേങ്ങാ ചട്നി ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ബാക്കിയുള്ള മാവും ഇതേപോലെ അങ്ങനെ ഒന്ന് ഉയർത്തിയിട്ട് തന്നെ നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയം ചട്ടി നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കണം. നല്ല ചൂടായ സമയത്ത് തന്നെ മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നെറ്റ് പോലെ ഹോളായിട്ട് കിട്ടും. അപ്പോൾ മറ്റേ നമ്മളെ പുളിദോശ ഉണ്ടാക്കുന്നത് പോലെയുള്ള ഷേപ്പൊന്നും വരില്ല. ഇനി ഇതും നമുക്ക് ബാക്കിയുള്ള മാവ് ഇതുപോലെ ദോശ, വളരെ തിന്നായിട്ടുള്ള പേപ്പർ ദോശ ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ ഇങ്ങനെയാണ്, വളരെ ഈസി റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീട്ടിലൊക്കെ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇങ്ങനെ തയ്യാറാക്കി നോക്കുക. ഇപ്പോൾ ഇത് ഇരുമ്പ് ചട്ടിയിലായതുകൊണ്ട് ഇത്രയും ഇത് എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. നമ്മളുടെ പാനിലാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.